വെൽക്കം ബാക്ക് ടു എജ്യൂബിറ്റ്സ് ലേണിംഗ്. CUET UG ബേസ്ഡ് ആയിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ വൺ ഓഫ് ദ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, അതായത് JNU. NIRF റാങ്കിങ്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്കൻഡ് റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് JNU. അപ്പോൾ JNUവിൽ CUET UG ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്നൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ആപ്ലിക്കേഷൻ 12th ജൂലൈയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. 22nd ജൂലൈ വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഏകദേശം ഡേറ്റ് തീരാനായിട്ടുണ്ട്. പക്ഷേ ആരും അഡ്മിഷൻ വിട്ടു പോകരുത്, അപ്ലൈ ചെയ്യാൻ വിട്ടു പോകരുത് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ jnu.jnu.ac.in ഇതാണ് JNUയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് നോക്കി നോക്കാം. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ പോർട്ടലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നമ്മൾ JNUവിൻ്റെ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡിജിലോക്കർ വെച്ചാണ് ആദ്യം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഡിജിലോക്കർ വെച്ച് ആദ്യം രജിസ്റ്റർ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ CUET UG സ്കോർ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യണം. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡോക്യുമെൻ്റ് അപ്ലോഡ്, പേയ്മെൻറ്റ്, ഇത്രയും പ്രൊസീജിയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ SOP കൊടുത്തിട്ടുണ്ട്. ഈ SOPയിൽ ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അപ്ലിക്കേഷൻ പ്രൊസീജിയറും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ജനറൽ ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുള്ളത് എല്ലാ കാൻഡിഡേറ്റിനും, അതായത് നമ്മൾ JNU രജിസ്റ്റർ ചെയ്യുന്ന CUET UG വെച്ച് JNU അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിജിലോക്കർ അക്കൗണ്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടാവണം. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സൈന് വേണം, CUET UGയുടെ സ്കോർ കാർഡും വേണം. ഇനി ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ വരുന്നത്, ആദ്യം നമ്മൾ ഡിജിലോക്കർ വെച്ചിട്ട് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്തിട്ട് കൺസെൻറ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് മെയിൽ IDയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യണം. ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ്, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഫൈനലി ഫീ പേയ്മെൻറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഡിജിലോക്കർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡിജിലോക്കർ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അവരെങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത്, ഡിജിലോക്കറിൽ എക്സിസ്റ്റിംഗ് യൂസർ ആണെങ്കിൽ അവരെങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ നമ്പറോ പാനോ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് വെച്ചിട്ടാവണം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്, ലോഗിൻ ചെയ്യേണ്ടത്. ഇനി അതല്ല, നിലവിൽ ഡിജിലോക്കർ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സും ഇവിടെ കറക്റ്റായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. മൊബൈൽ നമ്പർ വന്ന് OTP വെച്ച് ലോഗിൻ ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ SOPയിൽ എല്ലാ ഡീറ്റെയിൽസും അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കണം. അതുപോലെ അങ്ങനെ നമ്മൾ OTP എല്ലാം അടിച്ച് വെരിഫൈ ചെയ്യുക. ദെൻ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതും ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ എത്രയാണ്, ഫോട്ടോയുടെയും സൈനിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് ജനറൽ കാറ്റഗറി, EWS, OBC ഇവർക്ക് എല്ലാവർക്കും 300 റുപ്പീസാണ്. ഇനി SC ST PWD ആണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 150 റുപ്പീസാണ്. ഇനി ഫോറിൻ നാഷണൽസ് ആണെങ്കിൽ, ഇന്ത്യയിലുള്ള സ്റ്റുഡൻസ് അല്ലാത്ത ഫോറിൻ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 3830 രൂപയാണ്. ഇത്രയാണ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫെയിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ SOPയിൽ ഇവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആപ്ലിക്കേഷന് മുമ്പ് ഈ SOP ഒന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ച് നോക്കുക. എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്തൊക്കെയാണ് സൊല്യൂഷൻസ് എന്നുള്ളത് വരെ സ്ക്രീൻഷോട്ട് അടക്കം ആഡ് ചെയ്തിട്ട് ഈ SOPയിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും എന്ത് ചെയ്യുക, ഈ SOP ഒന്ന് റെഫർ ചെയ്യുക. അടുത്തത് നമ്മൾ JNUവിലെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകളാണ് പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 12 ജൂലൈക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ 22 ജൂലൈ, അതായത് ഓൾമോസ്റ്റ് ഡേറ്റ് കഴിയാനായി, ബുധനാഴ്ച വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ, അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ JNU ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. CUET UG വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ പറ്റുന്ന ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JNU. അപ്പോൾ 22 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. 22 രാത്രി 11:50 വരെയാണ് സമയമുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള
ബാക്കിയുള്ള ഡേറ്റുകൾ വരുന്നത് കറക്ഷൻ വിൻഡോ ഓൾറെഡി അപ്ലൈ ചെയ്തവർ, ഫൈനൽ സബ്മിഷൻ ചെയ്തവർക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് 23-നും 24-നും എന്ത് ഓപ്പൺ ആയിരിക്കും, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുപോലെ ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വരുന്നത് 3rd ഓഗസ്റ്റിനാണ്. അതുപോലെ അപ്പോൾ നമ്മൾ എൻറോൾ ചെയ്യേണ്ട ഫീ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും കാര്യങ്ങളും സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ ഡേറ്റും എല്ലാ ഡേറ്റുകളും ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കി വെക്കുക. ഇനി CUET UG വെച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഏതൊക്കെ കോഴ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കാര്യമായിട്ട് തരുന്ന കോഴ്സുകൾ ഫോറിൻ ലാംഗ്വേജസ് ആണ്. അതായത് നമുക്ക് ഇന്ത്യയിൽ ഫോറിൻ ലാംഗ്വേജസ് പഠിക്കാൻ താല്പര്യമുള്ളൊരു കുട്ടി എന്തായാലും പഠിക്കണ്ടേ, അത്യാവശ്യം നല്ല റാങ്കിങ്സും ഇൻ്റർനാഷണലി വരെ അത്യാവശ്യം നല്ല വാല്യൂ ഉള്ള, സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് JNU. അപ്പോൾ കോഴ്സുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. BA ഹോണേഴ്സ് പേർഷ്യന്, അതുപോലെ ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജ് ഇവിടെ തന്നിട്ടുണ്ട്. അറബിക്, ജാപ്പനീസ്, കൊറിയന്, ഇങ്ങനെ ഏത് ലാംഗ്വേജും എല്ലാ ലാംഗ്വേജിനും ഓരോ ഫോറിൻ ലാംഗ്വേജിനും അപ്ലൈ ചെയ്യണമെങ്കിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് നമ്മൾ CUET UGയിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം എന്നാണ് ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ +2 മിനിമം മാർക്ക് 45% മിനിമം മാർക്ക് ഉണ്ടാവണമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോറിൻ ലാംഗ്വേജസ് അല്ലാണ്ട് വരുന്ന JNUവിൽ വരുന്ന ഒരു കോഴ്സാണ് BSc പ്രോഗ്രാം ഇൻ ആയുർവേദ ബയോളജി. ആയുർവേദ ബയോളജി ഇത് എല്ലായിടത്തും ഉള്ളൊരു കോഴ്സല്ല, ഇതും JNUവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ PCയുടെ കൂടെ ഒന്നുകിൽ മാത്സ് അല്ലെങ്കിൽ ബയോളജി, ഇങ്ങനെ ഈ 3 പേപ്പേഴ്സ്, ഇതിൽ ഏതെങ്കിലും 3 പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻറ്റിന് ഏത് കോഴ്സിന് അപ്ലൈ ചെയ്യാം, JNUവിൽ BSc പ്രോഗ്രാം ഇൻ ആയുർവേദ ബയോളജിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇത്രയും UG കോഴ്സുകൾ, ഡിഗ്രി കോഴ്സുകളാണ് ഉള്ളത്. പിന്നെ COP എന്ന് പറഞ്ഞിട്ട് ഒരുപാട് 1 ഇയർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എലിജിബിലിറ്റിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടവർക്ക് ഇതിൻ്റെ എല്ലാം ബേസിക് എലിജിബിലിറ്റി വരുന്നത് CUET UGയുടെ സ്കോർ കാർഡാണ്. അപ്പോൾ ഇത്രയും കോഴ്സുകൾ, ടോട്ടൽ 25 കോഴ്സുകളാണ് JNUവിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 11 ഡിഗ്രി പ്രോഗ്രാംസ്, BA ഹോണേഴ്സ് അല്ലെങ്കിൽ BSc പ്രോഗ്രാമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഈ PDF-ൽ ഒന്ന് നോക്കി നോക്കുക. അതുപോലെ ഡേറ്റും കാര്യങ്ങളും ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡേറ്റ് തീരാനായിട്ടുണ്ട്, വെനസ്ഡേ ആണ് ലാസ്റ്റ് ഡേറ്റ്. ആരെങ്കിലും ഫോറിൻ ലാംഗ്വേജസിനൊക്കെ അഡ്മിഷൻ നോക്കുന്നവരുണ്ടെങ്കിൽ അവരെന്തായാലും JNU അപ്ലൈ ചെയ്യാം. ഇത്രയാണ് JNU ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് പറയാനുള്ളത്, എജുബ്ലിറ്റ്സ് ലേണിങ്ങിൽ CUET NCET ലോങ് ടേം ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2027 CUET NCET കോച്ചിങ് നോക്കുന്നവരാണെങ്കിൽ എജുബ്ലിറ്റ്സ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും കോച്ചിങ് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് എജുബ്ലിറ്റ്സ്. ഈ വർഷം 2026 CUET NCETയിൽ അത്യാവശ്യം നല്ല റാങ്കുകളുള്ള, സെൻട്രൽ യൂണിവേഴ്സിറ്റി കേരളയിലൊക്കെ റാങ്ക് 1ഉം 2ഉം എല്ലാം എജുബ്ലിറ്റ്സിലെ സ്റ്റുഡൻസ് ആണ് ഉള്ളത്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ CUET NCET കോച്ചിങ് നോക്കുന്നവരുണ്ടെങ്കിൽ എജുബ്ലിറ്റ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്.